ഇന്ന് ഏട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് വാരി മേടിച്ചുകൊണ്ടാണ് വന്നത്. വാരി നമ്മൾ യൂതായിൽ നിന്നാണ് മേടിക്കാറ്. ഓൾറെഡി കപ്പ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ കപ്പ ബിരിയാണി ആക്കിയാലോ. അപ്പം നമ്മൾ വാരിയെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്ന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുവാണ്. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പില നമുക്കിവിടെ തന്നെ ഉള്ളതാണ്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത്, ഓൾറെഡി ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചു. പിന്നെ നമുക്കിതിനുള്ള മസാലക്കൂട്ട് ശരിയാക്കാം. തേങ്ങ, കറുവപ്പട്ട, പെരുംജീരകം, കുരുമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കണം. അത് പേസ്റ്റാക്കി. ആ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് എത്തി. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് പുറത്തുനിന്ന് നമ്മൾ കഴിക്കാനുള്ള സ്നാക്സൊക്കെ മേടിച്ചായിരുന്നു. ഉഴുന്നുവട, ഉള്ളിവട, സമൂസയൊക്കെ മേടിച്ചപ്പോൾ എല്ലാവരും കൂടെ കൂടി ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേനും നമ്മുടെ വാരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കപ്പയെല്ലാം റെഡിയാക്കി കപ്പ വേവിച്ചു. വെന്ത് വന്നിരിക്കുന്ന വാരിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ച് നല്ലതായിട്ട് ആവി വന്നു കഴിഞ്ഞപ്പം ഇളക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും കഴിക്കാനിരിക്കുകയാണ്. ആദ്യം തന്നെ അപ്പായിക്ക് കൊടുത്ത്, അപ്പ കഴിക്കാൻ തുടങ്ങിയതേ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ, സൂപ്പറാണെന്ന് പറയുകയും ചെയ്തു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.